ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ക്യാപ്സിക്കം റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് പ്രിപ്പറേഷൻ നോക്കിയാലോ. അപ്പോൾ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിക്കൂർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിന്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ക്യാപ്സിക്കം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്രഞ്ചിനെസ്സോട് കൂടി തന്നെ നമുക്ക് റൈസിൽ കഴിക്കാൻ വേണം. അപ്പോൾ അതനുസരിച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് കൂടെ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഉപ്പിട്ട് വേവിച്ച റൈസാണ്. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി റൈസും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഈ റൈസിൽ മസാലയുടെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റൈസ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റൈസ് കോട്ട് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.